ഹലോ വെൽക്കം ടു ഡേ 47 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. സത്യം പറഞ്ഞാൽ 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ചിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഡേയ്സ് ആണ് കേട്ടോ. നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ വന്നതിൻ്റെ പ്രശ്നമല്ല, നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സായിട്ട് ഗെറ്റ് ടുഗദറും ഔട്ടിങ്ങും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. സോ രാവിലെ എണീറ്റു. ഇന്ന് ഞാൻ രാവിലെ 7:30 വർക്കൗട്ടാണ് കേട്ടോ കയറുന്നത്. ബിക്കോസ് നമുക്ക് ഉച്ച തൊട്ട് ഫുൾ പരിപാടികളാണ്. സോ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന് ഞാൻ അധികം സ്ട്രെസ് എടുക്കുന്നില്ല, ബിക്കോസ് ഫുൾ ഡേ പാക്ഡ് ആണ്. ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചുകളെല്ലാം നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുന്നു. ബിക്കോസ് ബാക്കി എല്ലാ ദിവസവും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നതുകൊണ്ട് ഒരു ദിവസം കുറച്ച് ലീനിയൻ്റ് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നതല്ലേ. പ്രത്യേകിച്ച് വെക്കേഷൻ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഞാൻ ചെയ്തു. എൻ്റെ പുഷപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര പ്രോഗ്രസ് ചെയ്ത് വരണേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. എനിക്ക് കുറേ ഡെവലപ്പ് ചെയ്യാനുണ്ട് എൻ്റെ പുഷപ്പിൻ്റെ കാര്യത്തിൽ. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് എനിക്ക് ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വർക്കൗട്ടാണ്. എൻ്റെ ടെറസിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല കാറ്റും നല്ല കിളികളുടെ ഒച്ചയും പച്ചപ്പും ഹരിതാപവും സത്യമായി നല്ല രസമാണ് കേട്ടോ. പിന്നെ പിള്ളേർ വരും, ഞങ്ങളുടെ പാട്ട് വയ്ക്കും, ഡാൻസ് കളിക്കും, ഇവർ ഊഞ്ഞാലാടും. അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കഴിച്ചു. ഇത് ഏതാ കുടിക്കണമെന്ന് ചോദിക്കാറുണ്ട്, ഞാൻ വീഡിയോ ഇട്ട് ചെയ്യാം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലയും പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ കുളിച്ചു വന്നിട്ടാണ് ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തു. അതിനുശേഷം നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ലഞ്ച്. ഈ ലഞ്ച് ധൃതി പിടിച്ച് ഞങ്ങൾ കഴിച്ചിട്ട് ഒറ്റ ഓട്ടം ഓടിയത് ലുലുവിലേക്കാണ്. ബിക്കോസ് നമ്മൾ അവതാർ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സിനിമ അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ബോറടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ താഴത്തൊക്കെ ഒന്ന് കറങ്ങി ക്രിസ്മസ് ഡെക്കോറൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിള്ളേരെ കൊണ്ട് നമ്മൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോയത് മില്ലേനിയൽസ് റെസ്റ്റോ ബാറിലേക്കാണ്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് 5 പേരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗദറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴും 5ാമനായിട്ടുള്ള ഈസ്റ്റിന് അവിടെ എത്താൻ പറ്റില്ല. ഞാനും കിരണും അനുവും സാവിയോ മാത്രമേ വന്നുള്ളൂ. അവന് വർക്ക് കാരണം മിസ്സായി. ഫുഡ് നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ടാണ് കഴിച്ചത്. ഇന്നത്തെ സെക്കൻഡ് വർക്കൗട്ട് ആയിട്ട് വാക്കിങ്ങിന് പോകുന്ന സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് വേണ്ടി നല്ലോണം ഞാൻ അവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. സോ ഞാൻ അത് ഇന്നത്തെ വർക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ വി ഹാഡ് സോ മച്ച് ഫൺ. നല്ല സ്ഥലമാണ്. നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേ 47.